ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, ഉത്തരം ഡെസിബൽ. ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെർട്സ് ആണ്. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശബ്ദതരംഗങ്ങൾ ഏത് തരം തരംഗങ്ങളാണ്? അനുദൈർഘ്യ തരംഗങ്ങൾ. ശബ്ദതരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപം ഏതാണ്? ശബ്ദോർജം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപം ശബ്ദോർജമാണ്. അടുത്തത്, ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. അടുത്തത്, ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം എന്താണ്? വായുവിൻ്റെ അഭാവമാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവം. ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? അക്കൗസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്കൗസ്റ്റിക്സ്. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസം എന്താണ്? പ്രതിധ്വനി. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസം എന്താണ്? പ്രതിധ്വനി. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി എത്രയാണ്? 17 മീറ്ററിൽ കൂടുതൽ വേണം. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി 17 മീറ്ററിൽ കൂടുതൽ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. സിനിമാ തിയേറ്ററുകളിൽ ചുമരുകൾ പരുക്കനായി നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിധ്വനി ഒഴിവാക്കാൻ വേണ്ടിയാണ്. സിനിമാ തിയേറ്ററുകളിൽ ചുമരുകൾ പരുക്കനായി നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിധ്വനി ഒഴിവാക്കാൻ വേണ്ടി. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരമാണ്, സോളിഡിലാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകം. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്, ഗ്യാസാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത നോക്കിയേ. ഏറ്റവും കുറവ് വാതകം, രണ്ടാമത് ദ്രാവകം, ഏറ്റവും കൂടുതൽ ഖരം. ഏറ്റവും കൂടുതൽ ഏതിലാണ്? ഖരമാണ്, സോളിഡിലാണ്. കുറവ് വാതകത്തിലും. ഇനി ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡെസിബൽ മീറ്റർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡെസിബൽ മീറ്റർ. ശബ്ദത്തിൻ്റെ കൂർമ്മത അറിയപ്പെടുന്നത് എന്താണ്? സ്ഥായി. ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി. ഉയർന്ന ശ്രുതിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ട്രബിൾ. ഉയർന്ന ശ്രുതിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് ട്രബിൾ. അടുത്തത്, നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം എന്താണ്? ശ്രവണ സ്ഥിരത. നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ശ്രവണ സ്ഥിരത. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡ്സ് ആണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. ഇമ്പോർട്ടൻ്റ് ആണ്, 1/10 സെക്കൻഡ് ശ്രവണ സ്ഥിരത, 1/10 സെക്കൻഡ്. ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. ഇമ്പോർട്ടൻ്റ് ആണ്, PYQയോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുനാദം. ഇനി ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം എന്താണ്? അനുനാദമാണ്. ഒരേ നീളമുള്ള പെൻഡുലങ്ങൾ ഒരേ ആയതിയിൽ ദോലനം ചെയ്യാൻ കാരണം അനുനാദമാണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം എന്താണ്? അനുനാദമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം അനുനാദം.
അടുത്തത് ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്താണ്? ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്താണ്? ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. സ്റ്റെതസ്കോപ്പ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. അടുത്തത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കം എന്താണ്? അനുരണനം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കം എന്താണ്? അനുരണനം. അടുത്തത് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസം എന്താണ്? ഡോപ്ലർ ഇഫക്റ്റ്. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസം എന്താണ്? ഡോപ്ലർ ഇഫക്റ്റ്. നോക്കിയേ, അടുത്തത് അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദപ്രതിഭാസം ഏതാണ്? ഡോപ്ലർ ഇഫക്റ്റ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദപ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റ്. ഈ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം ഏതാണ്? 120 കൂടുതലാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം. 120 ഡെസിബലിൽ കൂടുതലുള്ളതാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ്? ഇടുക്കി. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കി. ആകെ നമുക്ക് 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ആകെയുള്ള വന്യജീവി സങ്കേതങ്ങൾ എത്രയാണ്? 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നത്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേരെന്താണ്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. എന്നാണ് നിലവിൽ വന്നത്? 1934 നിലവിൽ വന്നത്. 1934. ഇനി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. എന്ന് നിലവിൽ വന്നു? 1934. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാറാണ്. ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാറാണ്. ഇന്ത്യയിലെ 10ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ 10ാമത് കടുവാ സംരക്ഷണ കേന്ദ്രവും ഏതാണ്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി പെരിയാർ സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തേക്കടി. പെരിയാർ സങ്കേതത്തിൻ്റെ ആസ്ഥാനം തേക്കടി. പെരിയാർ തടാകം രൂപപ്പെട്ടത് മുല്ലപ്പെരിയാർ അണക്കെട്ട് മൂലമാണ്. പെരിയാർ തടാകം രൂപപ്പെട്ടത് മുല്ലപ്പെരിയാർ അണക്കെട്ട് മൂലം. ഇനി പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1978. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1978. പെരിയാർ ടൈഗർ റിസർവ് ഏത് പദ്ധതിയുടെ ഭാഗമാണ്? പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ ഭാഗമാണ് പെരിയാർ ടൈഗർ റിസർവ്. പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ ഭാഗം. പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടം. പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് പെരിയാർ വന്യജീവി സങ്കേതം വന്നത്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്. കേരളത്തിലെ ഏറ്റവും വലുത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. മൂന്നാമത്തെ ചോദ്യം നോക്കി. ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണം. സദിശ അളവിന് ഉദാഹരണം ത്വരണം. നോക്കിയേ, എന്താണ് സദിശ അളവ്? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവെന്ന് പറയുന്നത്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഉദാഹരണം നോക്കാം. പ്രവേഗം, സ്ഥാനാന്തരം, ബലം, ആക്കമൊക്കെ എന്തിന് ഉദാഹരണമാണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. പ്രവേഗം, സ്ഥാനാന്തരം, ബലം, ആക്കം ഇവയൊക്കെ സദിശ അളവിന് ഉദാഹരണമാണ്. ഇന്നൊക്കെ അടുത്ത ചോദ്യം. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? 6. ഈ കേരളത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നോക്കാം. കേരളം എന്നാണ് നിലവിൽ വന്നത്? 1956 നവംബർ 1
കേരളം നിലവിൽ വന്നത്? 1956 നവംബർ 1. അതിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറുത് ആലപ്പുഴ. എത്ര ബ്ലോക്ക് ഉണ്ട്? 152 ബ്ലോക്ക് ഉണ്ട്. എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്? 152. ഗ്രാമപഞ്ചായത്തോ? 941 ഗ്രാമപഞ്ചായത്തുണ്ട്. ഗ്രാമപഞ്ചായത്ത് 941. മുനിസിപ്പാലിറ്റി നഗരസഭ എത്ര ഉണ്ട്? 87. എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140 നിയമസഭാ മണ്ഡലങ്ങൾ. 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോക്സഭാ മണ്ഡലങ്ങളുമാണ് കേരളത്തിലുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോക്സഭാ മണ്ഡലങ്ങൾ 20. സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 13. സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 13. ഇനി 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. നോക്കിയേ, ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പ, തിരുവനന്തപുരം. ഇനി മിസൈൽ പരീക്ഷണ കേന്ദ്രം എവിടെയാണ്? ചാന്ദിപ്പൂർ, ഒഡീഷയിലാണ് മിസൈൽ പരീക്ഷണ കേന്ദ്രം. ചാന്ദിപ്പൂർ, ഒഡീഷ. വീലർ ദ്വീപ് നിലവിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അബ്ദുൾ കലാം ദ്വീപ്. വീലർ ദ്വീപ് നിലവിൽ അറിയപ്പെടുന്നത് അബ്ദുൾ കലാം ദ്വീപ്. ഇനി ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. എന്നാണ് സ്ഥാപിതമായത്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. 1969 ഓഗസ്റ്റ് 15. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അന്തരീക്ഷ് ഭവൻ, ബംഗളൂരുവിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂരു. ഇനി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. എവിടെയാണ് ജനിച്ചത്? അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഡോക്ടർ വിക്രം സാരാഭായ് ജനിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? രോഹിണിയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? രോഹിണി. റിമോട്ട് സെൻസിങ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. റിമോട്ട് സെൻസിങ് ദിനം ഓഗസ്റ്റ് 12. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. റിമോട്ട് സെൻസിങ് ദിനം ഓഗസ്റ്റ് 12. റിമോട്ട് സെൻസിങ് ദിനം ഓഗസ്റ്റ് 12. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നൊക്കെ വിളിക്കുന്നത് ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. അടുത്ത 7ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഉത്തരം എന്താണ്? ചെറുകുടൽ. ചെറുകുടലാണ്. ചെറുകുടലിൻ്റെ നീളം എത്രയാണ്? 5 to 6 മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചത്. 5 to 6 മീറ്റർ ആണ് ചെറുകുടലിൻ്റെ നീളം. ചെറുകുടലിലാണ് ദഹനം പൂർത്തിയാവുന്നത്. ചെറുകുടലിലാണ്. ധാന്യകം, മാംസം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടാണ്? ചെറുകുടൽ. ധാന്യകം, മാംസം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. ചെറുകുടലിന് 3 ഭാഗമാണുള്ളത്. ആദ്യത്തേത് ഡിയോഡിനം, രണ്ടാമത്തേത് ജജനം, 3 ഇലിയം. ഡിയോഡിനം, ജജനം, ഇലിയം. ബ്രണ്ണസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡിയോഡിനമാണ്. ബ്രണ്ണസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഡിയോഡിനം.
ഏതാകൃതിയാണ്? യു ആകൃതിയിലാണ് ഡിയോഡിനം. യു ആകൃതിയിലുള്ളത് ഡിയോഡിനം. ഇനി ഇലിയം നോക്കിയേ, നീളം കൂടിയത്. ചെറുകുടലിലെ നീളം കൂടിയ ഭാഗം ഏതാണ്? ഇലിയമാണ്. നീളം കൂടിയ ഭാഗം ഇലിയമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മധ്യഭാഗത്തുള്ളത് ഏതാണ്? ജജനമാണ്. മധ്യഭാഗത്തുള്ളത് ജജനം. ചെറുകുടലിന് മധ്യഭാഗത്ത് ജജനം. ഡിയോഡിനം, ജജനം, ഇലിയം. നീളം കൂടിയത് ഇലിയമാണ്. ഇനി വില്ലസ്, ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള ഭാഗമാണ് എന്ത്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? വില്ലസ് ആണ്. വില്ലസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വില്ലസിലാണ് പോഷക ഘടകങ്ങൾ 90% വെള്ളം ആഗിരണം നടക്കുന്ന ഭാഗമൊക്കെ എവിടെയാണ്? വില്ലസുകളിലാണ്. ചെറുകുടലിലെ വില്ലസുകളാണ് പോഷക ഘടകങ്ങൾ 90% വെള്ളം ആഗിരണം നടക്കുന്ന ഭാഗമൊക്കെ ചെറുകുടലിലാണ്. അടുത്ത 8ാമത്തേത്, ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം എന്നാണ്? 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853 ഏപ്രിൽ 16. ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ബോംബെ മുതൽ താനെ വരെ 34 കിലോമീറ്ററാണ്. ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ. ഈ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഏത്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാണ്? ഭോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഭോലു എന്ന ആനക്കുട്ടിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ലൈഫ് ലൈൻ ടു ദ നേഷൻ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. ഏതാണ്? ലൈഫ് ലൈൻ ടു ദ നേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ഏതാണ്? ലൈഫ് ലൈൻ ടു ദ നേഷൻ. ഇനി കേരളത്തിലോ? കേരളത്തിൽ എന്നാണ് റെയിൽവേ നിലവിൽ വന്നത്? 1861 മാർച്ച് 12 കേരളത്തിൽ റെയിൽവേ വന്നത്. 1861 മാർച്ച് 12. ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. കേരളത്തിൽ ആദ്യം റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1861 മാർച്ച് 12. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തിരൂർ മുതൽ ബേപ്പൂർ വരെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്ത് നോക്കി, സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇനി അടുത്തത്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം, വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം, വിറ്റാമിൻ ഡി. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, എ, കെ. അഡക്കാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? എ, ഡി, ഇ, കെ. അഡക് എന്ന് അല്ലെങ്കിൽ കേട എന്ന്, കൊഴുപ്പ് കേട എന്ന് ഓർത്താലും മതി. അതാണ് ഒരു ട്രിക്ക്. കൊഴുപ്പ് കേട. ഇനി വെള്ളത്തിൽ ലയിക്കുന്നതോ? ബിയും സിയും. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും, ബി, സി. ഇനി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് പറയുന്നത്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, വിറ്റാമിൻ സി. ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ, വിറ്റാമിൻ ഡി. സ്റ്റിറോയിഡ് വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. സ്റ്റിറോയിഡ് വിറ്റാമിൻ, വിറ്റാമിൻ ഡി. ഇനി ബ്യൂട്ടി വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, വിറ്റാമിൻ ഇ. ഇനി ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ, വിറ്റാമിൻ ഇ. ഇനി ഹോർമോൺ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. ഹോർമോൺ വിറ്റാമിൻ, വിറ്റാമിൻ ഇ. കൊയാഗുലേഷൻ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ, വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ, വിറ്റാമിൻ കെ. ഇനി ആൻറ്റി പെല്ലാഗ്ര വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B3. ആൻറ്റി പെല്ലാഗ്ര വിറ്റാമിൻ, വിറ്റാമിൻ B3. ഇനി ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ഏതാണ്? റെറ്റിനോൾ. വിറ്റാമിൻ എ ആണ്. ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ, വിറ്റാമിൻ എ ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. ഇനി ആൻറ്റി ഹെമറേജിക് വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. ഫില്ലക്വിനോൺ എന്ന് അറിയപ്പെടുന്നു. ആൻറ്റി ഹെമറേജിക് വിറ്റാമിൻ, വിറ്റാമിൻ കെ ആണ്. ഫില്ലക്വിനോൺ എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിനിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അടുത്ത് നോക്കിയ 11ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? 2017. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്
2017. കൊച്ചി മെട്രോ 2017 എന്നാണ്? 2017 ജൂൺ 17 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യ മെട്രോ ആണ് ഏത്? കൊച്ചി മെട്രോ. കേരളത്തിൻ്റെ ആദ്യ മെട്രോ ആണ് കൊച്ചി മെട്രോ. ഇന്ത്യയുടെ എത്രാമത്തെയാണ്? 8ാമത്തെയാണ്. ഇന്ത്യയുടെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. ആരാണ് ഉദ്ഘാടനം നടത്തിയത്? നരേന്ദ്രമോദിയാണ് അല്ലേ? ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഇ ശ്രീധരൻ. ഇ ശ്രീധരനാണ് കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ. ആരായിരുന്നു? ഇ ശ്രീധരൻ. ഇ ശ്രീധരനെ അറിയപ്പെടുന്നത് മെട്രോമാൻ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. എവിടെ മുതൽ എവിടെ വരെയാണ്? ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ് കൊച്ചി മെട്രോയുടെ ഓടുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ്. ഇനി കുടുംബശ്രീ സഹകരണം ഉള്ള ആദ്യത്തെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോ ആണ്. കുടുംബശ്രീ സഹകരണത്തോടെ ഓടുന്ന ആദ്യ മെട്രോ ആണ് കൊച്ചി മെട്രോ. ആദ്യത്തെ സ്ത്രീ സൗഹൃദ മെട്രോ കൂടിയാണ് ഏത്? കൊച്ചി മെട്രോ. ആദ്യത്തെ സ്ത്രീ സൗഹൃദ മെട്രോ കൂടിയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കണം. 12ാമത്തെ ചോദ്യം, സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിന് അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദറാണ്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദറാണ്. ഇനി നമുക്ക് ഓർത്തു വെക്കാനായിട്ട് പുതിയ ഖദർ എന്നൊക്കെ ഓർത്ത് വെക്കാം. പുതിയ ഖദർ എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പം പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖദർ എന്നാണ്. ഖാദർ. എക്കൽ മണ്ണ് നമുക്ക് കുറിച്ച് നോക്കാം കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. പുതിയ എക്കൽ മണ്ണെന്ന് നമ്മൾ എന്തെന്നറിയപ്പെട്ടു? ഖാദർ എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ മണ്ണ്. അപ്പോൾ പഴയ എക്കൽ മണ്ണോ? ഭംഗർ. പഴയ എക്കൽ മണ്ണിന് ഭംഗി ഒട്ടുമില്ല കേട്ടോ. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. ഇനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. അടുത്ത 13ാമത്തെ ചോദ്യം നോക്കി. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഇനി സൂര്യനിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. സൂര്യനിൽ കാണുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇനി ആദിത്യ L1 എന്താണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ള ഒരു ഉപഗ്രഹമാണല്ലേ ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് ആദിത്യ L1. ഇനി സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി അടുത്തത്, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. അപ്പം ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു ആണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി. എത്രാമത്തെയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ്. ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു. അപ്പം ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിയുടെ ഭരണകാലയളവ് എത്ര വർഷമാണ്? 5 വർഷമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി 15 നോക്കിയേ. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? GVHSS വിതുരയിലാണ് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? GVHSS വിതുര.
ഈ 16ാമത്തെ ചോദ്യം നോക്കിയേ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇനി നോക്കിയേ. ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് പറയുന്നത് എന്താണ്? മക്മോഹൻ രേഖ. ഇന്ത്യ ചൈനയാണെങ്കിലോ മക്മോഹൻ രേഖയാണ്. ഇനി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ ദുരന്ത രേഖ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ദുരന്ത രേഖ. ഇനി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC ആരുമായിട്ടൊക്കെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. എന്താണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ? LAC ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ. ഇനി ലൈൻ ഓഫ് കൺട്രോളോ LOC എന്താണ്? ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇനി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ്? പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും ആണെങ്കിലോ പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും ആണെങ്കിൽ അത് പാക് കടലിടുക്കാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈനയാണെങ്കിലോ മക്മോഹൻ രേഖ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ദുരന്ത രേഖ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ ലൈൻ ഓഫ് കൺട്രോളോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും തിരിഞ്ഞു പോകരുത്. ലൈൻ ഓഫ് കൺട്രോൾ ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഇനി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലോ പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളത് പാക് കടലിടുക്ക്. അടുത്ത 17ാമത്തെ ചോദ്യം. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജയാണ്. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായ മല ഏതാണ്? പുരളിമല. പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായ മല ഏതാണ്? പുരളിമല. ഇനി കേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. കേരള സിംഹം സർദാർ KM പണിക്കർ. ഇനി പൈച്ചിരാജ, കൊട്ടിയൂട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. പൈച്ചിരാജ, കൊട്ടിയൂട്ട് രാജ, പുരളിച്ചെമ്മൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ആദ്യത്തെ പഴശ്ശി കലാപം എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു? 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടമായിരുന്നു ഒന്നാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപം എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു? 1793 മുതൽ 97 വരെ. എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം മൂലമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം മൂലമാണ് ആദ്യത്തെ പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. അപ്പോൾ ആദ്യത്തെ കലാപം നിർത്താനായിട്ട് ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടയിലായിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നത് ആരായിരുന്നു? ചിറക്കൽ രാജാവാണ്. അപ്പം ആദ്യ പഴശ്ശി യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കിടയിലും പഴശ്ശിരാജയ്ക്കിടയിലും ഇടനിലക്കാരനായി നിന്നത് ആരാണ്? ചിറക്കൽ രാജാവ്. ഈ രണ്ടാം പഴശ്ശി വിപ്ലവമോ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. നോക്കി, നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിരുന്നു എന്ത്? രണ്ടാം പഴശ്ശി വിപ്ലവം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. ഇപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അപ്പം പഴശ്ശി കലാപത്തിലെ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസികൾ ആരൊക്കെയായിരുന്നു? കുറിച്യറായിരുന്നു. കുറിച്യർ. ഇനി പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഇനി പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? കൈതേരി അമ്പു നായർ. സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായർ. സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായർ. പഴശ്ശിരാജ സ്വീകരിച്ച യുദ്ധമുറ ഏതായിരുന്നു? ഗറില്ല യുദ്ധമാണ്. ഒളിപ്പോരാണ്. ഗറില്ല യുദ്ധമുറയാണ് പഴശ്ശിരാജ സ്വീകരിച്ച യുദ്ധമുറ. ഗറില്ല യുദ്ധം. മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു അന്നത്തെ? തോമസ് ഹാർവേ ബാബറാണ്. തോമസ് ഹാർവേ ബാബറാണ് മലബാറിലെ സബ് കളക്ടർ. നോക്കിയേ, പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയത് ആരാണ്? കേണൽ ആർതർ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയത്. കേണൽ ആർതർ വെല്ലസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്.
എന്നാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. എവിടെ വെച്ചാണ്? മാവിലാന്തോട്. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാണ്? മാവിലാന്തോട്. എന്നാണ്? 1805 നവംബർ 30. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറം. പഴശ്ശിരാജ കോളേജ് എവിടെയാണ്? പുൽപ്പള്ളി. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അടുത്ത് നോക്കിയാൽ 18ാമത്തെ ചോദ്യം നോക്കാം. ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. യൂണിറ്റുകളിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. നന്നായിട്ട് തന്നെ നമ്മൾക്ക് യൂണിറ്റ് പഠിക്കണം. 18ാമത്തെ ചോദ്യം ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഭാരം ന്യൂട്ടൺ. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. പിണ്ഡം നോക്കിയേ, പിണ്ഡം കിലോഗ്രാം. പിണ്ഡം കിലോഗ്രാം. സാന്ദ്രത ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സാന്ദ്രത ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി വ്യാപക മർദ്ദം ത്രസ്റ്റ് എന്ന് പറയും. അതിൻ്റെതോ ന്യൂട്ടനാണ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ. വ്യാപക മർദ്ദം ന്യൂട്ടൺ. ഇനി പ്രവൃത്തിയുടേതോ? ജൂള്. പ്രവൃത്തിയുടേത് ജൂളാണ്. പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. മില്ലിബാർ ഹെക്ടോ പാസ്കൽ ഒക്കെ എന്തിൻ്റെ യൂണിറ്റ് ആണ്? അന്തരീക്ഷ മർദ്ദം. ഓർത്ത് വെക്കണം, മില്ലിബാർ ഹെക്ടോ പാസ്കൽ അന്തരീക്ഷ മർദ്ദം. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത എന്താണ്? ഇലക്ട്രിക് കറണ്ട് ആംബിയർ. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ്. ഇനി കാന്തിക ഫ്ലക്സ് വെബർ ആണ്. കാന്തിക ഫ്ലക്സ് വെബർ. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി ക്യൂറി അല്ലെങ്കിൽ ബെക്കറൽ അല്ലെങ്കിൽ റൂദർഫോർഡ്. ക്യൂറി, ബെക്കറൽ, റൂദർഫോർഡ്. ഇനി കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. ഇനി ഇലൂമിനസെൻസിൻ്റെ യൂണിറ്റ് ലക്സ്. ഇലൂമിനസെൻസ് ലക്സ്. ഇനി വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളം. ചാർജ് കൂളം. CC. ചാർജ് കൂളം. ഇനി വൈദ്യുത പ്രതിരോധം റെസിസ്റ്റൻസിൻ്റെത് ഓം. റെസിസ്റ്റൻസിൻ്റെത് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയോ ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലൂമിനസ് ഫ്ലക്സ് ലൂമൻ. ലൂമിനസ് ഫ്ലക്സ് ലൂമൻ. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഹെൻറി ആണ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി. ആവൃത്തി ഫ്രീക്വൻസിയുടെ യൂണിറ്റ്സ് ഹെർട്സ് ആണ്. ആവൃത്തി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. മർദ്ദം പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ. പ്രഷർ പാസ്കൽ. PP. പ്രഷർ പാസ്കൽ. മർദ്ദം പാസ്കൽ. കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. താപത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. താപം ജൂളാണ്. ഇനി നോക്കിയ 19ാമത്തെ ചോദ്യം. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ എന്തെല്ലാമാണ്? കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നുമാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത്. കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. ഇനി നോക്കി 20ാമത്തെ നോക്കി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. SNDP സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ഇനി ശൈവപ്രകാശ സഭ ആരാണ്? തൈക്കാട് അയ്യ. ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ. ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ. ഇമ്പോർട്ടൻ്റ് ആണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. ഇനി ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സഹോദരൻ അയ്യപ്പനാണ്. ഇനി പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. PRDS പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത നോക്കി. ഇസ്ലാം ധർമ്മപരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ആരാണ്?
വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യസംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ആരാണ് നേതൃത്വം കൊടുത്തത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇനി നോക്കിയേ, തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ എക്കണോമിക് യൂണിയൻ, ഈഴവ മഹാസഭ. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. മലബാർ എക്കണോമിക് യൂണിയൻ, ഈഴവ മഹാസഭ, തിരുവിതാംകൂർ ഈഴവ സഭ. ആരാണ്? ഡോക്ടർ പൽപ്പു. ഇനി ഈഴവ അസോസിയേഷൻ ആരാണ്? ടി കെ മാധവനാണ്. ഈഴവ അസോസിയേഷൻ ടി കെ മാധവൻ. NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്തത് കല്യാണദായിനി സഭ, ജ്ഞാനോദയം സഭ, അരയ വംശോദ്ധാരണി സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ. ആരാണ്? അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. അഖില കേരള അരയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. കൃഷ്ണാദി ആശാൻ. പണ്ഡിറ്റ് കറുപ്പൻ കൃഷ്ണാദി ആശാനാണ്. കൊച്ചിൻ പുലയ മഹാസഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനുമാണ്. ഇനി അരയ വംശ പരിപാലന യോഗം ആരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. അരയ വംശ പരിപാലന യോഗം ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കോഴിക്കോട് മഹാബോധിനി ബുദ്ധ മിഷൻ. ആരാണ്? ശ്രീകൃഷ്ണൻ. കോഴിക്കോട് മഹാബോധിനി ബുദ്ധ മിഷൻ. ആരാണ്? ശ്രീകൃഷ്ണൻ. അടുത്തത് തിരുവിതാംകൂർ ചേരമർ മഹാസഭ. ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. അടുത്തത് ജാതിനാശിനി സഭ. ആരാണ്? ആനന്ദ തീർത്ഥ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ജാതിനാശിനി സഭ ആരാണ്? ആനന്ദ തീർത്ഥൻ. ഇനി കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. അടുത്തത് അഭിനവ ഭാരത യുവക് സംഘം. ആരാണ്? AV കുഞ്ഞമ്പു. അഭിനവ ഭാരത യുവക് സംഘം AV കുഞ്ഞമ്പു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എല്ലാവരും പഠിക്കണം. PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അടുത്ത് നോക്കി 21ാമത്തെ ചോദ്യം നോക്കാം. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. നമുക്ക് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ദേശീയ പതാക 1947 ജൂലൈ 22. ദേശീയ ചിഹ്നമോ 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നം അംഗീകരിച്ചത്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24. ദേശീയ ഗീതം വന്ദേ മാതരം എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24. ഇനി ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് എന്നാണ്? 1957 മാർച്ച് 22. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ അംഗീകരിച്ചത് എന്നാണ്? 1957 മാർച്ച് 22. ഇനി മയിൽ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് എന്ന് മുതലാണ്? 1963-ലാണ്. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത് 1963-ലാണ്. ഇനി ദേശീയ മൃഗം ഏതാണ്? കടുവ. എന്ന് മുതലാണ്? 1972 മുതലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. 1972 കടുവ. ഇനി ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ചത് എന്ന് മുതലാണ്? 2009 മുതലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയെ പ്രഖ്യാപിച്ചത്. 2009. ഇനി ദേശീയ പൈതൃക ജീവിയായി ആന പ്രഖ്യാപിച്ചത് എന്നാണ്? 2010. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് 2010. ഇനി ദേശീയ വൃക്ഷമായി പേരാലിനെ പ്രഖ്യാപിച്ചത് എന്നാണ്? 1950. 1950. ദേശീയ നദി ഏതാണ്? ഗംഗ. എന്നാണ് പ്രഖ്യാപിച്ചത്? 2008 നവംബറിലാണ്. 2008 നവംബർ. ഹിന്ദി ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിച്ചത് എന്നാണ്? 1949 സെപ്റ്റംബർ 14. 1949 സെപ്റ്റംബർ 14-നാണ്
ഹിന്ദി ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത്? അടുത്ത ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ദേശീയ നദി ഗംഗ. ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്ര. ദേശീയ ഫലം ഏതാണ്? മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. 23ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ്? 3:2. 3:2 ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. 3:2 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യ എവിടെയാണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിലാണ്. പിംഗളി വെങ്കയ്യ, ആന്ധ്രാപ്രദേശ്. എത്ര ആരക്കാലുകളുണ്ട് ദേശീയ പതാകയിൽ? 24 ആരക്കാലുകൾ. 24 ആരക്കാലുകളുണ്ട്. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കി 24ാമത്തെ ചോദ്യം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലി. കട്ടബൊമ്മൻ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? പോളിഗർ കലാപം. പോളിഗർ കലാപമാണ് കട്ടബൊമ്മൻ കലാപത്തിന് മറ്റൊരു പേരെന്താണ്? പോളിഗർ കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. എന്നാണ് കലാപം അവസാനിച്ചത്? 1799 കലാപം അവസാനിച്ചത്. 1799 കലാപം അവസാനിച്ചത്. വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റത് എവിടെ വെച്ചാണ്? കയത്തർ ജില്ലയിലാണ്. എന്നാണ്? 1799 കയത്തർ ജില്ലയിൽ വെച്ചിട്ട് വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റി. ഇനി അടുത്ത് നോക്കി 25ാമത്തെ ചോദ്യം നോക്കി. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയ. ഇനി തക്കാളിയുടെ മറ്റ് സങ്കര ഇനങ്ങൾ നമുക്ക് നോക്കാം. ശക്തി, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളായണി, വിജയ്. തക്കാളിയുടെ മറ്റ് സങ്കര ഇനങ്ങളാണ് ശക്തി, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളായണി, വിജയ്. ഇനി നോക്കി നെല്ലിൻ്റെ കുറച്ച് നോക്കാം നമുക്ക്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, ജ്യോതി. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, ജ്യോതി ഏതിൻ്റെയാണ്? നെല്ലിൻ്റെയാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, ജ്യോതി. തെങ്ങിൻ്റെ നോക്കിയേ. ലക്ഷഗംഗ, ചാവക്കാട് കുള്ളൻ, മലയൻ ദ്വാർഫ്, അനന്തഗംഗ. ലക്ഷഗംഗ, അനന്തഗംഗ, ചാവക്കാട് കുള്ളൻ, മലയൻ ദ്വാർഫ് എന്തിൻ്റെയാണ്? തെങ്ങിൻ്റെ സങ്കരയിനമാണ്. ഇനി വെണ്ടയുടെ നോക്കിയേ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, പുസ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, പുസ എന്തിൻ്റെയാണ്? വെണ്ടയുടെയാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, പുസ. ഇനി വഴുതന നോക്കിയേ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, രൂപാലി. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, രൂപാലി എന്തിൻ്റെയാണ്? വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, രൂപാലി എന്തിൻ്റെയാണ്? വഴുതന. അടുത്ത് നോക്കിയേ. പയർ. പയറിന് നോക്കിയേ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്തിൻ്റെയാണ്? പയറിൻ്റെ സങ്കരനീയമാണ്. ഏതൊക്കെ? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇനി അടുത്തേക്ക് മുളകിനെ നോക്കിയേ. ജ്വാലാമുഖി, ഉജ്ജ്വല, അതുല്യ, കീർത്തി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അതുല്യ, കീർത്തി, അനുഗ്രഹ എന്തിൻ്റെയാണ്? മുളകിൻ്റെ. ഇനി പാവയ്ക്ക നോക്കിയേ. പ്രിയ, പ്രിയങ്ക, പ്രീതി. പ്രിയ, പ്രിയങ്ക, പ്രീതി, പാവയ്ക്ക. ഗോതമ്പിനെ നോക്കിക്കേ. സോനാലിക, ഗിരിജ, കല്യാൺ സോന. സോനാലിക, ഗിരിജ, കല്യാൺ സോന എന്തിൻ്റെയാണ്? ഗോതമ്പിൻ്റെ. സോനാലിക, ഗിരിജ, കല്യാൺ സോന. ഇനി കുരുമുളകിനെ നോക്കി. പന്നിയൂർ, കരിമുണ്ടൻ, കൊറ്റനാടൻ. പന്നിയൂർ, കരിമുണ്ടൻ, കൊറ്റനാടൻ ഒക്കെ എന്തിൻ്റെയാണ്? കുരുമുളക്. ഇനി അടുത്തത് വെള്ളരി നോക്കിയേ. സൗഭാഗ്യ, അരുണിമ, ശുഭ്ര, ഹരിത്ത്. സൗഭാഗ്യ, അരുണിമ, ശുഭ്ര, ഹരിത്ത് എന്തിൻ്റെയാണ്? വെള്ളരിയുടെയാണ്. സൗഭാഗ്യ, അരുണിമ, ശുഭ്ര, ഹരിത്ത്. ഇനി 26ാമത്തെ ചോദ്യം നോക്കാം. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? 1809 കുണ്ടറ വിളംബരം നടന്നത്. 1809 കുണ്ടറ വിളംബരം നടന്നത്. ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ആരാണ്? വേലുത്തമ്പി ദളവ. എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. 1809 ജനുവരി 11. ആരാണ്? വേലുത്തമ്പി ദളവ. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി ഏതാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രം. ഇളമ്പള്ളൂർ ക്ഷേത്രം.
അടുത്തത് കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ഏതാണ്? കേണൽ മെക്കാളെ. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കേണൽ മെക്കാളെ. ഇനി കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണ്? കൊല്ലം യുദ്ധം. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണ്? കൊല്ലം യുദ്ധം. എന്നാണ്? 1809 ജനുവരി 15 കൊല്ലം യുദ്ധം നടന്നത്. കുണ്ടറ വിളംബരാനന്തരമാണ് കൊല്ലം യുദ്ധം നടന്നത്. 1809 ജനുവരി 15. ഇനി അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ആര്? വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ മുഴുവൻ പേരെന്താണ്? വേലായുധൻ ചെമ്പകരാമൻ. ഇമ്പോർട്ടൻ്റ് ആണ്. വേലായുധൻ ചെമ്പകരാമൻ ആരാണ്? വേലുത്തമ്പി ദളവ. ഇനി വേലുത്തമ്പി ദളവ സ്മാരകം എവിടെയാണ്? മണ്ണടി. വേലുത്തമ്പി ദളവ സ്മാരകം എവിടെയാണ്? മണ്ണടിയിലാണ്. രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തുത്തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് ആരാണ്? കേണൽ മെക്കാളെയാണ്. അപ്പം രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തുത്തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് ആരാണ്? കേണൽ മെക്കാളെ. അടുത്ത നോക്കി 27ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തേത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. രണ്ടാമത്തേത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. 28 നോക്കി. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. ഇനി എയറോപോണിക്സ് നോക്കിയേ. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിരീതിയാണ് ഏത്? എയറോപോണിക്സ്. ജലബാഷ്പമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ജലബാഷ്പമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് 29. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഇനി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഐ കെ കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ. പൊന്നാനി ഗാന്ധി കെ വി രാമൻ മേനോൻ. കെ വി രാമൻ മേനോനാണ് പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇനി കേരള നെഹ്റു ആരാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള മാർക്സ് ആരാണ്? കെ ദാമോദരൻ. കേരള മാർക്സ് ആരാണ്? കെ ദാമോദരൻ. ഇനി 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? കെ കേളപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത്? ഗാന്ധിജിയുടെ. 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത്? ഗാന്ധിജിയുടെ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ച നേതാവ് ആരാണ്? കെ കേളപ്പൻ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ച നേതാവ് കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി ആരാണ്? പത്മശ്രീ നിരസിച്ച മലയാളി കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി ആരാണ്? കെ കേളപ്പൻ. ഇനി തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? കെ കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ്? കെ കേളപ്പൻ. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1. പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ.
അടുത്ത ചോദ്യം, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? PN പണിക്കരാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? PN പണിക്കരാണ്. അപ്പോൾ ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 മുതൽ. ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ്. ഏത് സ്ഥലത്താണ് ജനിച്ചത്? നീലംപേരൂർ. ദേശീയ വായനാ ദിനം എന്ന് മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 2017 മുതലാണ് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇനി വായന വാരം എന്ന് മുതൽ എന്ന് വരെയാണ്? ജൂൺ 19 മുതൽ 25 വരെയാണ് വായനാ വാരം. ജൂൺ 19 മുതൽ 25 വരെ. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. പുതുവായിൽ നാരായണ പണിക്കർ. ഇനി വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? PN പണിക്കർ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മുദ്രാവാക്യമാണ്? PN പണിക്കർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അറിയപ്പെടുന്ന എന്താണ്? വായനയുടെ വളർത്തച്ഛൻ. വായനയുടെ വളർത്തച്ഛൻ ആരെക്കുറിച്ചാണ്? PN പണിക്കർ. ഈ ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23-നാണ് ലോക പുസ്തക ദിനം. ഏപ്രിൽ 23. ഇനി അടുത്തത്, യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. അപ്പം 30 ക്വസ്റ്റ്യനാണ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ കണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയും ഉള്ളൂ. ഇങ്ങനെ ക്ലാസ് മതിയോ അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം മതിയോ എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായിട്ട് തന്നെ എല്ലാവരും പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.